Hello friends, welcome to SAT, Senders Tuition Center Madathumbadi and Puthanvelkara. Please subscribe to our YouTube channel for new updated videos and also visit senderstuition.blogspot.in. Kerala SSLC Maths New Syllabus Chapter 4 Second Degree Equations രണ്ടാംകൃതി സമവാക്യങ്ങൾ Part 3. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Completing the Square Method, വർഗ്ഗത്തികവ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതിനു മുന്നുള്ള പാർട്ട് 1 ഉം പാർട്ട് 2 ലും നമ്മൾ b സ്ക്വയർ മൈനസ് 4ac അതായത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പഠിച്ചു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് ആദ്യം സോൾവ് ചെയ്യാൻ പഠിക്കുന്നത്? കാരണം ഈ പാഠത്തിൽ നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്ന് പഠിച്ചാൽ മാത്രമാണ് പിന്നീട് ഈ പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ പാർട്ട് 1 ഉം പാർട്ട് 2 ഉം കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം പാർട്ട് 3 കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഇനിയൊരു മെത്തേഡും കൂടി ഉണ്ട്, മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. ഈ മൂന്ന് മെത്തേഡ്, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, കംപ്ലീറ്റ് ദി സ്ക്വയർ മെത്തേഡ്, മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ്, ഈ മൂന്ന് മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ ഈ പാഠത്തിലെ എല്ലാ കണക്കുകളും ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിന്ന് ഈ മെത്തേഡ് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് പഠിക്കും. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആൻസർ ചെയ്തു കൊടുക്കും. ഓക്കെ, പ്ലീസ് ഗിവ് യുവർ സപ്പോർട്ട്. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകത? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആ രൂപത്തിലല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 21 നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 21 ഈക്വൽ ടു 0. ക്ലിയർ? ഇവിടെ നിങ്ങൾ a സമം 1, ഹിയർ ദിസ് ഈസ് a സമം 1, b സമം 4, c സമം മൈനസ് 21 എടുത്തിട്ട് കഴിഞ്ഞ 2 വീഡിയോയിൽ പഠിപ്പിച്ച ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. അല്ലാതെ എങ്ങനെ ചെയ്യാം? അല്ലാതെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4ന്റെ, അതായത് എക്സിൻ്റെ ഇപ്പുറം കിടക്കുന്ന കോഎഫിഷ്യൻറ്റ്, ക്ലിയർ, അതിൻ്റെ പകുതി എടുക്കണം. അതായത് 4/2 ഉണ്ടോ, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ഉണ്ടോ, അതിൻ്റെ സ്ക്വയർ. ക്ലിയർ? ഈ എക്സിൻ്റെ ഇപ്പുറം കിടക്കുന്ന സംഖ്യയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ ഇവിടെയും ആഡ് ചെയ്യണം, ഇപ്പുറത്തും ആഡ് ചെയ്യണം. ക്ലിയർ? എവിടെയൊക്കെ ആഡ് ചെയ്യണം? ഒന്ന് ഈ 4x കഴിഞ്ഞിട്ട് അവിടെ ആഡ് ചെയ്യണം, പിന്നെ 21 കഴിഞ്ഞിട്ട് അവിടെയും ആഡ് ചെയ്യണം. ലൈക്ക് ദിസ്. നോക്കൂ, ഇവിടെ സാറ് ഈ എക്സിൻ്റെ ഇപ്പം കിടക്കുന്ന 4ന്റെ പകുതി 4/2 അതെവിടെ ആഡ് ചെയ്തു? 4xന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഉണ്ടോ? ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4/2. ഇതെവിടെ ആഡ് ചെയ്തു? ഉണ്ടോ? ഇവിടെ ആഡ് ചെയ്തു. കണ്ടോ? അതുപോലെ 21ന് ശേഷവും നമ്മളത് ആഡ് ചെയ്യണം. കണ്ടോ? രണ്ട് സ്ഥലത്ത് ആഡ് ചെയ്യണം. ഇതെങ്ങനെ എടുക്കേണ്ടത്? എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ പകുതി, ദാറ്റ് ഈസ് 4/2. അത് നമ്മൾ സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡും അതുപോലെ 21ന്റെ റൈറ്റ് സൈഡും നമ്മൾ ആഡ് ചെയ്യണം. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഈ 4/2 എത്രയാണ്? 2 സ്ക്വയർ 21 പ്ലസ് 4/2 2 സ്ക്വയർ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്നും ഒരു എക്സ് നമ്മൾ എടുക്കുക. ക്ലിയർ? ഈ 2 സ്ക്വയർ കാണരുത്, 2ൽ നിന്നും 2 ഇങ്ങോട്ട് എടുത്ത് ഉണ്ടോ, 2 സ്ക്വയറിന് 2, എന്നിട്ട് ഇത് x+2 ഹോൾ സ്ക്വയറിനാക്കണം. ഇവിടെ നിന്നൊരു എക്സ്, ഇവിടെ നിന്നൊരു 2. അതായത് ഈ x+2 × x+2 ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും കിട്ടും. കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സപ്പോസ് x+2 into again x+2, that is x into x, x square plus x into 2, that is 2x plus 2 into x plus 2x plus 2 into 2, that is 2 square. അപ്പോൾ ഈ 2x കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 4x. കണ്ടോ? അപ്പോൾ ഈ പറയുന്ന x² പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ, ഈ സാധനം എങ്ങനെയുണ്ടായതാണ്? x+2 into x+2, ദാറ്റ് ഈസ് x+2 ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെയാണ് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടെ നിന്നൊരു എക്സ് നിങ്ങൾ എടുത്ത് എഴുതുക, അത് എഴുതി. സിമ്പിൾ അല്ലേ?
ഇനി ഈ സൈൻ നിങ്ങളിവിടെ ഇടാം, അതും എഴുതി. ഓക്കെ, ഇനി ഇവിടെ 2 സ്ക്വയർ 4 സ്ക്വയർ എന്നാൽ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആയിട്ട് എഴുതണം, അല്ലാണ്ട് അത് ഉത്തരം എഴുതരുത്. ആ സ്ക്വയർ ആയിട്ട് എഴുതുന്നതിൽ ഒരെണ്ണം ഇവിടെ എഴുതും. ഓക്കെ, എൻ്റെ ബ്രാക്കറ്റ് ഇടുക, എന്താണ് അതിൻ്റെ മീതെ സ്ക്വയർ ഇടുക. ക്ലിയർ? ഓക്കെ, ഇവിടെ 21, ഇവിടെ 2 സ്ക്വയർ നിങ്ങൾ കാണണം. 21 + 4, 21 + 4 എത്രയാണ്? 25. അപ്പോൾ നമുക്ക് x+2 ഹോൾ സ്ക്വയർ = 25. അതിനകത്ത് ഒരു x+2 എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് ഇടുക, √25. ക്ലിയർ? 25 എങ്ങനെ കിട്ടുന്നത്? 5 × 5. സോ x+2 = √25, ദാറ്റ് ഈസ് +or-5. എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? അതായത് +5 × +5 25 ആണ്, -5 × -5 25 ആണ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇതിനെ ഡബിൾ ചെയ്യുക, രണ്ടാക്കുക. ഒന്നിൽ ഈ പ്ലസ് എടുത്തിട്ട് ഒരെണ്ണം എഴുതുക. ഓക്കെ, ഈ +5 എടുത്തിട്ട് ഒരെണ്ണം എഴുതുക. അതായത് x+2 = +5. ഒരെണ്ണം നിങ്ങൾ മൈനസ് എടുത്തതാണ്, സെക്കൻഡ് വൺ. ഓക്കെ, ഈ സാർ ഇതാണ് ചെയ്യാൻ പോകുന്നത്. x+2 = -5. ഈ 2 നമ്മൾ +2 നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതുണ്ടാവും -2 ആവും. ഉണ്ടോ? +2 സമത്തിന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -2. അപ്പോൾ x = -5 - 2, ദാറ്റ് ഈസ് -7. സിമിലാർലി ഇവിടെ x+2 = +5 എന്ന് എടുത്തു. നമ്മൾ +2 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 5 - 2, x = 3. ക്ലിയർ? ഒന്നുകൂടി പറയാം. x² + 4x = 21 ഇല്ല, എക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി 4/2 സ്ക്വയർ എടുത്ത് നമ്മൾ ഇവിടെയും ആഡ് ചെയ്യണം, 21ൻ്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്യണം. അപ്പോൾ 4/2 ഹോൾ സ്ക്വയർ 2 സ്ക്വയർ = 21 + 4/2 ഹോൾ സ്ക്വയർ 2 സ്ക്വയർ. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ചെയ്യാം. 21 + 4 = 25. ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇവിടെ നിന്ന് എക്സ് എടുക്കണം, ഈ 2 സ്ക്വയറിൽ നിന്ന് ഒരു 2 എടുക്കണം, ഹോൾ സ്ക്വയറിന് എഴുതണം. അപ്പോൾ x+2 ഹോൾ സ്ക്വയർ = 25, x+2 എന്ന് പറഞ്ഞാൽ √25. റൂട്ട് എഴുതുമ്പോൾ +or- ഇട്ട് ഉത്തരം എഴുതണം. എൻ്റെ പ്ലസ് എടുത്തിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം, മൈനസ് എടുത്തിട്ട് പറഞ്ഞാൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ x+2 = -5, x+2 = -5, +2 അപ്പുറം ചെല്ലുമ്പോൾ -2 ആവും. അപ്പോൾ പോസിറ്റീവൊക്കെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസിന് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് കൂട്ടണം, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടണം. അപ്പോൾ -5 -2 കൂട്ടുമ്പോൾ -7. ക്ലിയർ? ഇവിടെ x+2 = +5. ഇവിടെ നിന്ന് നമ്മൾ +2 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -2 ആവും. 5 - 2 = x = 3. Similarly, do the following problems. x² + 5x = 36. ഇപ്പോൾ ഇവിടെ ഏതിൻ്റെ പകുതി എടുക്കും? 5ൻ്റെ പകുതി എടുക്കണം അല്ലേ? ദാറ്റ് ഈസ് 5/2 ഹോൾ സ്ക്വയർ പ്ലസ് 36ൻ്റെ ഇപ്പുറം ആഡ് ചെയ്യണം, 5/2 ഹോൾ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഈ 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് x എടുത്തു, ഇവിടെ നിന്ന് 5/2 എടുത്തു, ഹോൾ സ്ക്വയറിന് എഴുതി. ഇനി നമ്മളോട് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അത് രണ്ടും കൂട്ടാൻ പറ്റില്ല, ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ 1 ആയിട്ട് സങ്കല്പിക്കുക. 36 × 4, ദാറ്റ് ഈസ് 144. 1 × 25, ദാറ്റ് ഈസ് 25. 1 × 4, ദാറ്റ് ഈസ് 4. ക്ലിയർ? ഇതിനോട് കൂടുമ്പോൾ 169/4 കിട്ടും. അത് x + 5/2 ഹോൾ സ്ക്വയർ. നമ്മൾ 5/2 ആണ് എടുത്തേക്കണം, കണ്ടോ? ഓക്കെ, ഇനി x + 5/2 = √169/4. അപ്പോൾ ഓരോന്നിൻ്റെ റൂട്ട് കാണണം. മുകളിലത്തെ റൂട്ട് / താഴത്തിൻ്റെ റൂട്ട്, ദാറ്റ് ഈസ് x + 5/2 ± 169ൻ്റെ റൂട്ട് 13, 4ൻ്റെ റൂട്ട് 2. നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ ഒരെണ്ണം പ്ലസ് ഇട്ട് ചെയ്യുക, ഒരെണ്ണം മൈനസ് ഇട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 5/2 പ്ലസ് ആണ്, അത് അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. 2ൻ്റെ താഴെ ഡിനോമിനേറ്റർ 2 ആണ്. സോ 13 - 5, 13 - 5/2, 8/2 = 4. ഹിയർ -13/2 ആണ്. 5/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -5/2, ദാറ്റ് ഈസ് -18/2 = -9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x² - 8x = 20. ഇവിടെ 8ൻ്റെ പകുതി 8/2 ഹോൾ സ്ക്വയർ, ഇവിടെയും 8/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ 8/2 എന്ന് പറഞ്ഞാൽ 4² പ്ലസ് 4². ഇതിൽ നിന്ന് ഒരു x എടുക്കുക, ഇതിൽ നിന്ന് 4 എടുക്കുക. x + 4 ഹോൾ സ്ക്വയർ = 20 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. സോ x + 4 ഹോൾ സ്ക്വയർ = 36. x + 4 എന്ന് വെച്ചാൽ √36. എത്ര വരാ? +or- 6. ക്ലിയർ? അത് നമ്മൾ രണ്ടാക്കണം. ഒന്ന് പ്ലസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം, ഒന്ന് മൈനസ് എടുത്തിട്ട്. ഓക്കെ, ദെൻ x + 4 = +6. അപ്പോൾ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ 6 - 4, x = 2. ഇവിടെ x + 4 = -6, 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4, ദാറ്റ് ഈസ് 2 നെഗറ്റീവ് ആയതുകൊണ്ട് കൂട്ടുക, x = -10. നെക്സ്റ്റ് x² - 2x = 8. ഇവിടെ 2ൻ്റെ പകുതി 2/2 ഹോൾ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, 8 + 2/2 ഹോൾ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ,
then 2 by 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, ഇവിടെ 1 സ്ക്വയർ ഫിസിക്കൽ 8 plus 1 is equal to 9. ഇനി x plus 1 ഹോൾ സ്ക്വയർ, ഇവിടെ നിന്ന് എക്സ് എടുത്തു, ഇവിടുന്ന് 1 എടുത്തു, അങ്ങനെയാണ് x plus 1 കിട്ടിയത്. ഓക്കെ, x plus 1 is equal to √9. √9 means പ്ലസ് ഓർ മൈനസ് 3. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പ്ലസ് 3 എടുത്ത് ചെയ്യുക, ഒരെണ്ണം മൈനസ് എടുത്ത് ചെയ്യുക. സോ x is equal to പ്ലസ് 1 അപ്പുറം ചെന്നാൽ 3 minus 1, x is equal to 2. ഇവിടെ പ്ലസ് 1 അപ്പുറം ചെയ്താൽ -1, x is equal to -3 -1 കൂട്ടുമ്പോൾ -. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.